4ാം ക്ലാസ്സിലെ ഗണിതത്തിലെ 5ാമത്തെ യൂണിറ്റ് നേരമായി. അതിലെ ചോദ്യങ്ങളാണല്ലോ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഭാഗം 2ആണ്. അതെ. അപ്പോ നമുക്ക് തുടങ്ങാമല്ലേ? സമയവും ദിവസങ്ങളുമൊക്കെ വെച്ചുള്ള കുറച്ച് കളികളാണിന്ന്. ശരിയാണ്. കുട്ടികൾക്ക് സമയബോധം ഉറപ്പിക്കാനുള്ള നല്ല ചോദ്യങ്ങളാണിതിലുള്ളത്. ആദ്യത്തെ ചോദ്യം നോക്കാം. ജനുവരി 10 വ്യാഴാഴ്ചയാണെങ്കിൽ ജനുവരിയിലെ അവസാനത്തെ ദിവസം ഏതായിരിക്കും? ആ, ഇത് കാലണ്ടർ വെച്ചുള്ളൊരു ചോദ്യമാണ്. ആദ്യം അറിയേണ്ടത് ജാൻവരിയിൽ എത്ര ദിവസമുണ്ട്? 31 ദിവസം. അതെ, 31. അപ്പൊ 10ാം തീയതി വ്യാഴാഴ്ച. നമുക്കറിയാം, ഓരോ 7 ദിവസം കൂടുമ്പോഴും അതേ ദിവസം ആവർത്തിക്കും, അല്ലേ? ശരിയാണ്. അപ്പോ 10ാം തീയതി വ്യാഴമാണെങ്കിൽ 10നോട് 7 കൂട്ടിയാൽ 17. അതെ, 17ാം തീയതിയും വ്യാഴാഴ്ച തന്നെ. ഇനി 17നോട് 7 കൂട്ടിയാലോ? 17 × 24. ശരി, 24ാം തീയതിയും വ്യാഴം. ഇനി 24നോട് 7 കൂട്ടിയാലോ? 31. ആ, 31. അതും വ്യാഴാഴ്ച തന്നെ. ജാൻവരി 31 അവസാന ദിവസം. അപ്പോ ഉത്തരം വ്യാഴാഴ്ച. ഓ, 7 ഇങ്ങനെ കൂട്ടിക്കൂട്ടി പോയാൽ മതിയല്ലേ? അത് കൊള്ളാലോ, എളുപ്പമുണ്ട്. അതെ, അടിസ്ഥാനപരമായി അതാണ് രീതി. ശരി, അടുത്ത ചോദ്യം. ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ 19ാമത്തെ ദിവസം ഏതായിരിക്കും? ഇതും നേരത്തെ പറഞ്ഞ പോലെ ചെയ്യാം. ഇന്ന് തിങ്കൾ, 7 ദിവസം കഴിഞ്ഞാൽ വീണ്ടും തിങ്കൾ. അതെ. അപ്പോ 8ാമത്തെ ദിവസം 1+7 തിങ്കളാണ്. പിന്നെ 7 കൂട്ടിയാൽ 15ാമത്തെ ദിവസവും 8+7 തിങ്കൾ. ഓക്കെ. നമുക്ക് വേണ്ടത് 19ാമത്തെ ദിവസമാണ്. 15ൽ നിന്ന് 19ലേക്ക് എത്ര ദിവസമുണ്ട്? 4 ദിവസം. 19 - 15 4. അതെ. അപ്പോ 15ാം തീയതി തിങ്കളാണെങ്കിൽ 4 ദിവസം മുന്നോട്ടെണ്ണണം. തിങ്കൾ കഴിഞ്ഞ് ചൊവ്വ 16, ബുധൻ 17, വ്യാഴം 19, വെള്ളി. അപ്പൊ വെള്ളി. അതെ, ഉത്തരം വെള്ളി. ഇതിനുപോലെ എളുപ്പവഴിയുണ്ടോ ഈ 7 കൂട്ടി പോവാതെ? ഉണ്ട്. ഹരിക്കുന്ന രീതി ഉപയോഗിക്കാം. നമുക്ക് 19ാമത്തെ ദിവസമാണ് വേണ്ടതല്ലേ? അതെ. 19നെ 7 കൊണ്ട് ഹരിക്കുക. 19ല് 7 എത്ര തവണ പോകും? 2 തവണ. 7 2 14. ശരി. ശിഷ്ടം എത്ര വരും? 19 - 14. 5. ആ, ഈ ശിഷ്ടം 5 കിട്ടിയല്ലോ. അപ്പോ നമ്മൾ തുടങ്ങിയ ദിവസം ഏതാ? തിങ്കൾ. ആ തിങ്കൾ മുതൽ 5ാമത്തെ ദിവസം എണ്ണിയാ മതി. തിങ്കൾ മുതൽ 5ാമത്തെ ദിവസം. തിങ്കൾ 1, ചൊവ്വ 2, ബുധൻ 3, വ്യാഴം 4, വെള്ളി 5. ആ, വെള്ളി തന്നെ. കണ്ടോ, ഈ രീതി കുറച്ചുകൂടി വേഗത്തിൽ ചെയ്യാൻ പറ്റും. ശിഷ്ടം കിട്ടിയാൽ തുടങ്ങിയ ദിവസം തൊട്ട് അത്രയും ദിവസം എണ്ണുക. ഇത് കൊള്ളാം. ഇനി അടുത്തത് ഒരു യാത്രാ സമയത്തിന്റെ കണക്കാണ്. ട്രെയിൻ യാത്രയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും. ചോദ്യം ഇതാണ്. നാഗർകോവിലിൽ നിന്നും രാത്രി 2:10 പുറപ്പെടുന്ന ഏറാനാട് എക്സ്പ്രസ് രാവിലെ 9:15 എറണാകുളത്തെത്തും. യാത്രാസമയം എത്ര? ഓക്കെ, രാത്രി 2:10, രാവിലെ 9:15. സമയം കാണുമ്പോൾ രാത്രിയും രാവിലെയൊക്കെ ശ്രദ്ധിക്കണമല്ലേ? തീർച്ചയായും. ഇവിടെ എളുപ്പവഴി. ആദ്യം മണിക്കൂർ നോക്കുക, പിന്നെ മിനിറ്റ് നോക്കുക. രാത്രി 2:10 മുതൽ രാവിലെ 9:10 വരെ എത്ര മണിക്കൂറുണ്ട്? 9ൽ നിന്ന് 2 കുറച്ചാൽ മതി. 7 മണിക്കൂർ. കൃത്യം, 7 മണിക്കൂർ. ഇനി മിനിറ്റ് നോക്കാം. ട്രെയിൻ എത്തിയത് 9:15 നമ്മൾ 9:10 വരെയാണ് മണിക്കൂർ നോക്കിയത്. അപ്പൊ എത്ര മിനിറ്റ് ബാക്കിയുണ്ട്? 9:10 നിന്ന് 9:15ലേക്ക് 5 മിനിറ്റ്. 15 - 10. അതെ. അപ്പോ ആകെ യാത്രാസമയം എത്രയായി? 7 മണിക്കൂറും പിന്നെ 5 മിനിറ്റും. 7 മണിക്കൂർ 5 മിനിറ്റ്. അത്രയേ ഉള്ളൂ. മണിക്കൂർ ആദ്യം, പിന്നെ മിനിറ്റ്. അതാണ് എളുപ്പം. ശരി ശരി. അടുത്ത ചോദ്യം. 5ാം തീയതി ചൊവ്വാഴ്ചയാണെങ്കിൽ 29ാം തീയതി ഏത് ദിവസമാണ്? ഇത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പോലത്തെയാണല്ലോ. അതെ. ഏത് രീതി ഉപയോഗിക്കാം? 7 കൂട്ടിപ്പോകുന്നതോ അതോ ഹരിക്കുന്നതോ? ഹരിക്കുന്ന രീതി ഒന്നുകൂടി നോക്കിയാലോ? ഓക്കെ. അപ്പൊ തീയതികൾ തമ്മിലുള്ള വ്യത്യാസം ആദ്യം കാണണം. 29ഉം 5ഉം. 29 - 5 24. ശരി, 24 ദിവസം. ഇനി 24നെ 7 കൊണ്ട് ഹരിക്കണം. ശിഷ്ടം എത്ര വരും? 24ൽ 7 3 തവണ. 3 7 21. ബാക്കി 24 - 21 3. ശിഷ്ടം 3. ശിഷ്ടം 3. തുടങ്ങിയ ദിവസം ഏതാ?
5-ാം തീയതി ചൊവ്വ. അപ്പോ ചൊവ്വ മുതൽ മൂന്നാമത്തെ ദിവസം. ചൊവ്വ 1, ബുധൻ 2, വ്യാഴം 3. അല്ലല്ലോ, ഒരു മിനിറ്റ്. ചൊവ്വ കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസമല്ലേ? അതെ. ശിഷ്ടം വന്നാൽ അത്രയും ദിവസം മുന്നോട്ടു പോകണം. അതെ. അപ്പോ ചൊവ്വ കഴിഞ്ഞ് 3 ദിവസം. ബുധൻ 1, വ്യാഴം 2, വെള്ളി 3. വെള്ളി. കറക്റ്റ്. 29-ാം തീയതി വെള്ളിയാഴ്ച. ഈ ഹരിക്കുന്ന സൂത്രം കൊള്ളാം. പെട്ടെന്ന് ഉത്തരം കിട്ടുന്നുണ്ട്. അടുത്ത ചോദ്യം സ്കൂൾ ടൂറിന്റെയാണ്. ആഹാ. ചെറുവാരം സ്കൂളിൽ നിന്നും രാവിലെ 6:45 വിനോദയാത്രയ്ക്ക് പോയവർ രാത്രി 7:15 തിരികെ എത്തി. യാത്രയ്ക്കെടുത്ത സമയമെത്ര? രാവിലെ 6:45 പോയി, രാത്രി 7:15 തിരിച്ചെത്തി. ഇവിടെയും രാവിലെയും രാത്രിയുണ്ട്. അതെ. ഇവിടെ നമുക്ക് 12 മണിക്കൂർ വെച്ച് നോക്കുന്നത് എളുപ്പമാവും. രാവിലെ 6:45 മുതൽ വൈകുന്നേരം 6:45 വരെ എത്ര സമയമായി? അത് കൃത്യം 12 മണിക്കൂർ. ശരി. ഇനി വൈകുന്നേരം 6:45 മുതൽ രാത്രി 7:15 വരെ എത്ര സമയമുണ്ടെന്ന് നോക്കണം. 6:45 നിന്ന് 7 മണിക്കെത്താൻ 15 മിനിറ്റ്. പിന്നെ 7:100 നിന്ന് 7:15 വീണ്ടും 15 മിനിറ്റ്. അപ്പോൾ 15ഉം 15ഉം 30 മിനിറ്റ്. അതെ. അപ്പോ ആകെ സമയം എത്രയായി? നേരത്തെയുള്ള 12 മണിക്കൂറും പിന്നെ ഈ 30 മിനിറ്റും. 12 മണിക്കൂർ 30 മിനിറ്റ്. ഹോ, എന്തൊരു യാത്ര! കുട്ടികളൊക്കെ കളിച്ച് തളർന്നിട്ടുണ്ടാവും അല്ലേ? അതെ. നല്ലൊരു യാത്രയായിരുന്നെന്ന് തോന്നുന്നു. ഈ കണക്കുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഇതുപോലുള്ള എളുപ്പവഴികൾ ഇനിയും അറിയണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഞങ്ങൾക്ക് കൂടുതൽ വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനം. ശരിയാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 1-ാം തീയതി വ്യാഴാഴ്ചയാണെങ്കിൽ 25-ാം തീയതി ഏത് ദിവസമാണ്? വീണ്ടും ദിവസത്തിന്റെ കണക്ക്. അതെ. ഏത് രീതി വേണം? 7 കൂട്ടുന്നോ ഹരിക്കുന്നോ? ഹരിച്ചു നോക്കാം. അതാണ് സ്പീഡ്. ഓക്കെ. 25ഉം 1ഉം തമ്മിലുള്ള വ്യത്യാസം. 25 - 1 24. 24നെ 7 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം. നമ്മൾ നേരത്തെ ചെയ്തല്ലോ. ശിഷ്ടം 3. അതെ. തുടങ്ങിയ ദിവസം വ്യാഴാഴ്ച. അപ്പോ വ്യാഴം കഴിഞ്ഞു മൂന്നാമത്തെ ദിവസം. വെള്ളി 1, ശനി 2, ഞായർ 3. ഉത്തരം ഞായർ. ശരിയാണ്. കണ്ടോ, ഹരിക്കുന്ന രീതി എത്ര എളുപ്പമാക്കുന്നുവെന്ന്. അടുത്തത് ക്ലോക്കിലെ സൂചിയാണ്. മണിക്കൂർ സൂചി 11-ൽ തുടങ്ങി 7-ൽ എത്താൻ എടുക്കുന്ന സമയം എത്ര? ഓ, ഇത് സിമ്പിളാണ്. ക്ലോക്ക് മനസ്സിൽ കണ്ടാ മതി. മണിക്കൂർ സൂചി 11-ൽ നിന്ന് 12-ലേക്ക് എത്താൻ എത്ര സമയം വേണം? 1 മണിക്കൂർ. ശരി. ഇനി 12-ൽ നിന്ന് 7-ലേക്ക് എത്താൻ? 7 മണിക്കൂർ. അപ്പോ ആകെ എത്രയായി? 1ഉം 7ഉം 8 മണിക്കൂർ. ക്ലോക്കിലെ അക്കങ്ങളിലൂടെ ഇങ്ങനെ ചാടിച്ചാടി പോയാ മതി. അതെ. അടുത്തത് ഫെബ്രുവരി മാസത്തിലെ ആദ്യ ശനി 2-ാം തീയതിയാണ്. ഫെബ്രുവരി മാസം ശനിയാഴ്ച വരുന്ന മറ്റ് തീയതികൾ ഏതെല്ലാം? അതെ. ആദ്യ ശനി 2-ാം തീയതി അടുത്ത ശനിയാഴ്ച കാണാൻ എന്ത് ചെയ്യണം? 7 കൂട്ടണം. അതെ. അപ്പോ 2 + 7. 9. അടുത്തതോ? 9 + 7. 16. അടുത്തത് 16 + 7. 23. ഇനി 23 + 7. 30. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കണം. ഇത് ഫെബ്രുവരി മാസമാണ്. ഫെബ്രുവരിയിൽ സാധാരണ എത്ര ദിവസമുണ്ട്? 28. ലീപ വർഷമാണെങ്കിൽ 29. എന്തായാലും 30 ഇല്ല. അതെ. അതുകൊണ്ട് 23-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ ഫെബ്രുവരിയിൽ ശനിയാഴ്ചയില്ല. അപ്പോ മറ്റ് ശനിയാഴ്ചകൾ ഏതൊക്കെയാണ്? 9, 16, 23. ശരിയാണ്. കാലണ്ടർ നോക്കാതെ തന്നെ കണ്ടുപിടിക്കാം. അടുത്ത ചോദ്യം. സെക്കൻഡ് സൂചി 1-ൽ തുടങ്ങി 10-ലെത്താൻ എടുക്കുന്ന സമയം എത്ര മിനിറ്റാണ്? ശ്രദ്ധിക്കണം, മിനിറ്റിലാണ് ചോദിച്ചിരിക്കുന്നത്. അതെ. സെക്കൻഡ് സൂചി ക്ലോക്കിലെ ഓരോ അക്കത്തിൽ നിന്ന് അടുത്ത അക്കത്തിലേക്ക്, അതായത് 1-ൽ നിന്ന് 2-ലേക്ക് പോകാൻ എത്ര സെക്കൻഡ് എടുക്കും? 1 മിനിറ്റ് 60 സെക്കൻഡ്, 12 അക്കങ്ങൾ. അപ്പോ 60 ഹരിക്കണം 12, 5 സെക്കൻഡ്. കറക്റ്റ്. 5 സെക്കൻഡ്. അപ്പോ 1-ൽ നിന്ന് 10-ലെത്താൻ എത്ര അക്കങ്ങൾ ചാടണം? 10-ൽ നിന്ന് 1 കുറയ്ക്കണം, 9 അക്കങ്ങൾ. ശരി. ഓരോ ചാട്ടത്തിനും 5 സെക്കൻഡ് വെച്ച് 9 ചാട്ടം. ആകെ എത്ര സെക്കൻഡായി? 9 ഗുണിക്കണം 5, 45 സെക്കൻഡ്. അതെ, 45 സെക്കൻഡ്. പക്ഷേ ചോദ്യം എത്ര മിനിറ്റ് എന്നാണ്. 45 സെക്കൻഡ് എന്നാൽ എത്ര മിനിറ്റാണ്? 1 മിനിറ്റ് 60 സെക്കൻഡാണല്ലോ. 45 സെക്കൻഡ് 60ന്റെ എത്ര ഭാഗമാണ്? പകുതി 30, മുക്കാൽ 45, 3/4 മിനിറ്റ്. അതെ, 3/4 മിനിറ്റ് അല്ലെങ്കിൽ 0.75 മിനിറ്റ്. കൊള്ളാം. അടുത്ത ചോദ്യം കുറച്ച് ചിന്തിപ്പിക്കുമെന്ന് തോന്നുന്നു.
3.5 മണിക്കൂർ മുൻപ് സമയം 10:45 4.25 മണിക്കൂർ കഴിഞ്ഞാൽ സമയം എത്ര? ഹോ, ഇത് 2 സ്റ്റെപ്പായിട്ട് ചെയ്യണം. അതെ. ആദ്യം നമ്മൾ ഇപ്പോഴത്തെ സമയം കണ്ടുപിടിക്കണം. 3.5 മണിക്കൂർ മുൻപാണ് 10:45 ആയത്. 3.5 മണിക്കൂർ എന്ന് വെച്ചാൽ 3 മണിക്കൂർ 30 മിനിറ്റ്. അതെ. അപ്പോ ഇപ്പോഴത്തെ സമയം കാണാൻ 10:45നോട് 3 മണിക്കൂർ 30 മിനിറ്റ് കൂട്ടണം, അല്ലേ? ശരിയാണ്. നമുക്ക് മിനിറ്റുകൾ ആദ്യം കൂട്ടാം. 45 മിനിറ്റും 30 മിനിറ്റും. 75 മിനിറ്റ്. ഇനി മണിക്കൂറുകൾ കൂട്ടാം. 10ഉം 3ഉം. 13 മണിക്കൂർ. അപ്പോ ആകെ 13 മണിക്കൂർ 75 മിനിറ്റ്. ഈ 75 മിനിറ്റിനെ നമുക്ക് മാറ്റി എഴുതാമല്ലോ. 75 മിനിറ്റ് എന്നാൽ 60 മിനിറ്റ് പ്ലസ് 15 മിനിറ്റ്. അതായത് 1 മണിക്കൂർ 15 മിനിറ്റ്. അതെ. അപ്പോ 13 മണിക്കൂറും പിന്നെ ഈ 1 മണിക്കൂർ 15 മിനിറ്റും. ആകെ എത്രയായി? 14 മണിക്കൂർ 15 മിനിറ്റ്. 14.15. ഇത് 24 മണിക്കൂർ ക്ലോക്കിലാണ്. സാധാരണ ക്ലോക്കിൽ ഇത് എത്ര മണിയാണ്? ഉച്ചയ്ക്ക് 12 കഴിഞ്ഞ് 1 മണി 13.00, 2 മണി 14.00. അപ്പോൾ 14.15 എന്നാൽ ഉച്ചയ്ക്ക് 2:45. ശരി. അപ്പോ ഇപ്പോഴത്തെ സമയം ഉച്ചയ്ക്ക് 2:45. ഇനി ചോദ്യത്തിന്റെ രണ്ടാം ഭാഗം. അതെ. 4.25 മണിക്കൂർ കഴിഞ്ഞാൽ സമയം എത്രയാകുമെന്നാണ്. 4.25 മണിക്കൂർ എന്നാൽ 4 മണിക്കൂർ 15 മിനിറ്റ്. അപ്പോൾ ഇപ്പോഴത്തെ സമയം 2:15നോട് 4 മണിക്കൂർ 15 മിനിറ്റ് കൂട്ടണം. 2:15 പ്ലസ് 4:15. മിനിറ്റുകൾ കൂട്ടിയാൽ 15 പ്ലസ് 15 30 മിനിറ്റ്. മണിക്കൂറുകൾ 2 പ്ലസ് 4 6 മണിക്കൂർ. അപ്പോൾ 6:30. ജനുവരി 14 ഞായറാഴ്ചയാണെങ്കിൽ ഈ മാസത്തിൽ ഞായറാഴ്ച വരുന്ന മറ്റു തീയതികൾ ഏതെല്ലാം? ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ. 14 ഞായർ. തൊട്ടു മുൻപത്തെ ഞായറാഴ്ച കാണാൻ എന്ത് ചെയ്യണം? 7 കുറയ്ക്കണം. 14 മൈനസ് 7 7. ശരി. ഇനി 14 കഴിഞ്ഞുള്ള ഞായറാഴ്ച കാണാൻ 7 കൂട്ടണം. 14 പ്ലസ് 7 21. അടുത്തതോ? 21 പ്ലസ് 7 28. ഇനി 28 പ്ലസ് 7 35. അത് ജനുവരിയിലില്ല, 31 വരെയുള്ളൂ. അതെ. അപ്പോ മറ്റ് ഞായറാഴ്ചകൾ ഏതെല്ലാമാണ്? 7 21 28. ശരിയാണ്. അടുത്തത് 8 ദിവസത്തെ മാത്സ് ക്യാമ്പ് തുടങ്ങുന്നത് മെയ് 3-നാണ്. ക്യാമ്പ് അവസാനിക്കുന്നത് എന്നാണ്? ഇതിലെ സൂത്രം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതെ. ഓർക്കുന്നുണ്ടോ? 8 ദിവസമെന്ന് കേൾക്കുമ്പോൾ 3 പ്ലസ് 8 ഈക്വൽസ് 11 എന്ന് എഴുതരുത്. എഴുതരുത്. കാരണം തുടങ്ങിയ ദിവസവും കൂട്ടണം. അപ്പോൾ 3-ാം തീയതി 1-ാം ദിവസം. അതെ. എളുപ്പവഴി തുടങ്ങിയ തീയതി പ്ലസ് എത്ര ദിവസമുണ്ടോ അതിൽ നിന്ന് 1 കുറച്ചത്. അതായത് 3 പ്ലസ് 8 മൈനസ് 1. 3 പ്ലസ് 7 അതായത് 10. മെയ് 10-ന് തീരും. അതെ. ആ മൈനസ് 1 ഓർക്കണം. അല്ലെങ്കിൽ 3 മുതൽ 8 ദിവസം എണ്ണിയാലും മതി. 3, 4, 5, 6, 7, 8, 9, 10. ആഹാ, ആ ട്രിക്ക് ഓർത്താൽ എളുപ്പമായി. ഇനി അടുത്തത് യൂണിറ്റ് മാറ്റമാണ്. സെക്കൻഡിലേക്ക് മാറ്റാൻ. 1 മണിക്കൂർ 10 മിനിറ്റ് 35 സെക്കൻഡ്. ഇത് മൊത്തം എത്ര സെക്കൻഡാണ്? എല്ലാം സെക്കൻഡിലേക്ക് മാറ്റണം. 1 മണിക്കൂർ എത്ര സെക്കൻഡാണ്? 60 മിനിറ്റ്. ഓരോ മിനിറ്റും 60 സെക്കൻഡ്. അപ്പോ 60 ഗുണിക്കണം 60 3600 സെക്കൻഡ്. ശരി. 10 മിനിറ്റോ? 10 ഗുണിക്കണം 60 600 സെക്കൻഡ്. പിന്നെ ഒരു 35 സെക്കൻഡും കൂടിയുണ്ട്. അപ്പോ ആകെ 3600 പ്ലസ് 600 പ്ലസ് 35. 3600 600 4200. അതിന്റെ കൂടെ 35 4235 സെക്കൻഡ്. വളരെ ശരിയാണ്. അടുത്ത ചോദ്യം കുറച്ച് കൺഫ്യൂസിംഗ് ആണോ? 8 ദിവസം മുൻപ് വ്യാഴാഴ്ചയായിരുന്നു. 4 ദിവസം കഴിഞ്ഞ് ഏത് ദിവസമാണ്? നോക്കാം. 8 ദിവസം മുൻപ് വ്യാഴം. അപ്പോ 7 ദിവസം മുൻപ് ഏത് ദിവസമായിരിക്കും? വ്യാഴം കഴിഞ്ഞ് ഒരു ദിവസം. വെള്ളി. അതെ. 7 ദിവസം മുൻപ് വെള്ളിയാണെങ്കിൽ ഇന്ന് ഏത് ദിവസമാണ്? ഓരോ 7 ദിവസം കൂടുമ്പോഴും ദിവസം ആവർത്തിക്കും. അപ്പോ ഇന്നും വെള്ളിയാഴ്ച തന്നെ. അതെ, ഇന്ന് വെള്ളി. ഇനി ചോദ്യം എന്താ? 4 ദിവസം കഴിഞ്ഞ് ഏത് ദിവസമാണെന്നാണ്. വെള്ളി കഴിഞ്ഞ് 4 ദിവസം. ശനി 1, ഞായർ 2, തിങ്കൾ 3, ചൊവ്വ 4. ഉത്തരം ചൊവ്വ. അതെ. യുക്തി അനുസരിച്ച് ചൊവ്വയാണ്. ചെറിയ നിശബ്ദത. നമ്മുടെ കയ്യിലുള്ള ഉത്തരസൂചികയിൽ ബുധന് കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ ചെയ്ത രീതി അനുസരിച്ച് ചൊവ്വയാണ് കിട്ടുന്നത്. ചിലപ്പോൾ ചോദ്യം വ്യാഖ്യാനിക്കുന്നതിലെ വ്യത്യാസം കൊണ്ടാവാം. എന്തായാലും നമ്മൾ ചെയ്ത രീതി ശരിയാണ്.
8 ദിവസം മുൻപ് വ്യാഴം, ഇന്ന് വെള്ളി, 4 ദിവസം കഴിഞ്ഞ് ചൊവ്വ. ഓ, അത് ശ്രദ്ധിക്കണം. ചിലപ്പോ ഉത്തരങ്ങളിൽ പിശകു വരാം. നമ്മൾ ചെയ്യുന്ന രീതി ശരിയാണോ എന്ന് നോക്കുന്നതാണ് പ്രാധാന്യം. അതെ. ഇനി അടുത്തത് നേരത്തെ സെക്കൻഡിലേക്ക് മാറ്റിയതിന്റെ തിരിച്ച്. 4230 സെക്കൻഡിനെ മണിക്കൂർ, മിനിറ്റ്, സെക്കൻഡാക്കി മാറ്റണം. നമ്മൾ നേരത്തെ 4235 സെക്കൻഡ് കണ്ടുപിടിച്ചത് ഓർമ്മയുണ്ടോ? അത് 1 മണിക്കൂർ 10 മിനിറ്റ് 35 സെക്കൻഡായിരുന്നു. ഇത് 4230 ആണ്. ആ, അപ്പൊ ഏതാണ്ട് അതുപോലെ വരും. നോക്കാം. 4230-ൽ എത്ര മണിക്കൂറുണ്ട്? 3600 സെക്കൻഡുണ്ട്. ഒരു തവണ. ശരി. 4230 മൈനസ് 3600. 630 സെക്കൻഡ് ബാക്കി. അപ്പോ 1 മണിക്കൂർ കിട്ടി. ഇനി ഈ 630 സെക്കൻഡിൽ എത്ര മിനിറ്റ് 60 സെക്കൻഡ് ഉണ്ടെന്ന് നോക്കാം. 630-ൽ 60 എത്ര തവണ പോകും? 10 തവണ. 10 ഗുണിക്കണം 60, 600. അതെ. അപ്പൊ 10 മിനിറ്റ് കിട്ടി. ബാക്കി എത്ര സെക്കൻഡ് ഉണ്ട്? 630 മൈനസ് 600. 30 സെക്കൻഡ്. അപ്പൊ ആകെ എത്രയായി? 1 മണിക്കൂർ 10 മിനിറ്റ് 30 സെക്കൻഡ്. വളരെ ശരി. അടുത്തത് ക്രിക്കറ്റ് പ്രേമികൾക്കുള്ള ചോദ്യം. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ഏകദിന മത്സരം രാവിലെ 9-ന് തുടങ്ങി വൈകിട്ട് 4 മണിക്ക് അവസാനിച്ചു. മത്സരം എത്ര മണിക്കൂർ നീണ്ടുനിന്നു? രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെ. 9 മുതൽ 12 മണി വരെ 3 മണിക്കൂർ. പിന്നെ 12 മുതൽ 4 മണി വരെ 4 മണിക്കൂർ. അപ്പോ 3 + 4 = 7 മണിക്കൂർ. അതെ. അല്ലെങ്കിൽ 24 മണിക്കൂർ ക്ലോക്ക് ഉപയോഗിക്കാം. വൈകിട്ട് 4 മണി എന്നാൽ 16.00. രാവിലെ 9 മണി 9.00. 16 - 9 = 7 മണിക്കൂർ. അതും എളുപ്പമാണല്ലോ. ഇനി വീണ്ടും സെക്കൻഡിലേക്ക് മാറ്റാൻ. 2 മണിക്കൂർ 50 മിനിറ്റ് = എത്ര സെക്കൻഡ്? 2 മണിക്കൂർ എന്നാൽ 2 ഗുണിക്കണം 3200. 7200 സെക്കൻഡ്. ശരി. 50 മിനിറ്റോ? 50 ഗുണിക്കണം 60. 3000 സെക്കൻഡ്. ആകെ 7200 + 3000. 10200 സെക്കൻഡ്. കൊള്ളാം. ഇതുപോലുള്ള കണക്കുകൾ ഇങ്ങനെ ചെയ്ത് കിട്ടുമ്പോഴൊരു സന്തോഷമുണ്ട്, അല്ലേ? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും പരിഗണിക്കണേ. പുതിയ വീഡിയോകൾ വരുമ്പോൾ വേഗം അറിയാലോ. അതെ, നിങ്ങളുടെ പിന്തുണ പ്രധാനമാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വീണ്ടും ട്രെയിൻ യാത്ര. തിരുവനന്തപുരത്ത് നിന്നും രാത്രി 7:25-ന് പുറപ്പെടുന്ന മാവേലി എക്സ്പ്രസ് അടുത്ത ദിവസം രാവിലെ 8:15-ന് മംഗലാപുരത്തെത്തും. യാത്രാസമയം എത്രയാണ്? ഇത് നേരത്തെ ചെയ്ത പോലത്തെയാണ്. രാത്രി 7:25 മുതൽ അടുത്ത ദിവസം രാവിലെ 7:25 വരെ എത്ര സമയമായി? കൃത്യം 12 മണിക്കൂർ. ശരി. ഇനി രാവിലെ 7:25 മുതൽ 8:15 വരെ എത്ര സമയമുണ്ടെന്ന് നോക്കണം. 7:25-ൽ നിന്നോ 8 മണി വരെ 35 മിനിറ്റ്. 60 - 25 = 35. പിന്നെ 8 മണി മുതൽ 8:15 വരെ 15 മിനിറ്റ്. ആകെ 35ഉം 15ഉം 50 മിനിറ്റ്. അതെ. അപ്പൊ മൊത്തം യാത്രാസമയം 12 മണിക്കൂർ 50 മിനിറ്റ്. ഈ 12 മണിക്കൂർ വെച്ച് നോക്കുന്നത് എളുപ്പമാക്കി. അതെ. രാത്രി കടന്നുപോകുന്ന കണക്കുകൾക്ക് ഇത് നല്ലതാണ്. അടുത്തത് ഓണാഘോഷമാണ്. ഓണാഘോഷത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തു പ്രദർശന വിപണന മേള സെപ്റ്റംബർ 7-ന് തുടങ്ങി ഒക്ടോബർ 10-ന് അവസാനിക്കും. മേള നടക്കുന്ന ദിവസങ്ങളുടെ എണ്ണം എത്ര? ഇത് ശ്രദ്ധിച്ച് ചെയ്യണം. സെപ്റ്റംബർ 7 മുതൽ ഒക്ടോബർ 10 വരെ. ആദ്യം സെപ്റ്റംബറിലെ ദിവസങ്ങൾ നോക്കാം. സെപ്റ്റംബറിൽ ആകെ എത്ര ദിവസമുണ്ട്? 30 ദിവസം. 30 days had September എന്ന പാട്ടില്ലേ? ആ. അപ്പോ സെപ്റ്റംബർ 7 മുതൽ 30 വരെ എത്ര ദിവസമുണ്ട്? ഇവിടെയും ആ പ്ലസ് ഒന്ന് ഓർക്കണം. ശരി. 7-ാം തീയതിയും കൂട്ടണം. അപ്പോ 30 - 7 + 1. 30 - 7 23. + 1 = 24 ദിവസം സെപ്റ്റംബറിൽ. ശരി. ഇനി ഒക്ടോബറിലോ? 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ? അതെളുപ്പമാണ്. 10 ദിവസം. അപ്പോ ആകെ ദിവസങ്ങൾ? 24 + 10 = 34 ദിവസം. അതെ, 34 ദിവസം മേള നടന്നു. അടുത്ത ചോദ്യം. കന്യാകുമാരിയിൽ നിന്നും തിങ്കളാഴ്ച രാവിലെ 8:40-ന് പുറപ്പെട്ട് 37 മണിക്കൂർ 50 മിനിറ്റ് യാത്ര ചെയ്ത് പൂനെയിൽ എത്തിച്ചേരും. ഏത് ദിവസം എത്ര മണിക്കാണ് ട്രെയിൻ പൂനെയിൽ എത്തുന്നത്? വലിയ യാത്രാസമയമാണല്ലോ. 37 മണിക്കൂർ 50 മിനിറ്റ്. ഇതിനെ നമുക്ക് ദിവസങ്ങളും മണിക്കൂറുകളുമായി മാറ്റാം. 37 മണിക്കൂറിൽ ഒരു ദിവസമുണ്ട്. 24 മണിക്കൂർ. അതെ. 37 - 24 എത്രയാണ്? 13. അപ്പൊ 37 മണിക്കൂർ എന്നാൽ ഒരു ദിവസം 13 മണിക്കൂർ. അപ്പോൾ ആകെ യാത്ര ഒരു ദിവസം 13 മണിക്കൂർ 50 മിനിറ്റ്. ശരി. പുറപ്പെട്ടത് തിങ്കൾ രാവിലെ
8:40. ഒരു ദിവസം 24 മണിക്കൂർ കഴിയുമ്പോൾ ഏത് ദിവസവും സമയവുമാകും? തിങ്കൾ രാവിലെ 8:40 കഴിഞ്ഞാൽ ചൊവ്വ രാവിലെ 8:40. അതെ. ഇനി 13 മണിക്കൂർ 50 മിനിറ്റ് കൂടി മുന്നോട്ടു പോകണം. ചൊവ്വ രാവിലെ 8:40 നിന്ന് 12 മണിക്കൂർ കൂട്ടിയാൽ ചൊവ്വ രാവിലെ 8:40 ആവും. ശരി. നമ്മൾ 13 മണിക്കൂർ കൂട്ടണമായിരുന്നു. 12 കൂട്ടി. ഇനി എത്ര മണിക്കൂർ ബാക്കിയുണ്ട്? 1 മണിക്കൂർ. അപ്പോ ചൊവ്വ രാത്രി 8:40നോട് 1 മണിക്കൂർ കൂട്ടിയാൽ ചൊവ്വ രാത്രി 9:40. ഓക്കെ. ഇനി മിനിറ്റും കൂടി കൂട്ടണം. അതെ, 50 മിനിറ്റ് ബാക്കിയുണ്ട്. ചൊവ്വ രാത്രി 9:40നോട് 50 മിനിറ്റ് കൂട്ടണം. 9:40 നിന്ന് 10 മണിയാകാൻ 20 മിനിറ്റ്. 50 നിന്ന് 20 പോയി. ബാക്കി 30 മിനിറ്റ്. അപ്പോൾ 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. രാത്രി 10:30. അതെ, അപ്പോ എത്തുന്നത് ചൊവ്വാഴ്ച രാത്രി 10:30. ഈ വലിയ മണിക്കൂറുകൾ വരുമ്പോൾ അതിനെ ദിവസങ്ങളാക്കി മാറ്റുന്നത് വളരെ ഉപകാരപ്രദം. അതെ, ആശയക്കുഴപ്പം ഒഴിവാക്കാം. ഇനി ക്ലോക്കിലെ സൂചികളെക്കുറിച്ചുള്ള മറ്റൊരു ചോദ്യം. മണിക്കൂർ, മിനിറ്റ്, സെക്കൻഡ് സൂചികൾ ഇപ്പോൾ 12ന് നേരെയാണ്. സെക്കൻഡ് സൂചി 10 തവണ കറങ്ങുമ്പോൾ മിനിറ്റ് സൂചി ഏത് സംഖ്യയ്ക്ക് നേരെയെത്തും? ഓക്കേ, 3 സൂചികളും 12ൽ. സെക്കൻഡ് സൂചി ഒരു തവണ കറങ്ങിയാൽ എത്ര സമയം കഴിഞ്ഞു? 1 മിനിറ്റ് 60 സെക്കൻഡ്. അപ്പോ സെക്കൻഡ് സൂചി 10 തവണ കറങ്ങിയാലോ? 10 മിനിറ്റ് സമയം കഴിയും. ശരി. അപ്പോൾ മിനിറ്റ് സൂചി 12ൽ നിന്ന് 10 മിനിറ്റ് മുന്നോട്ട് പോകും. അതേതക്കത്തിന് നേരെ വരും? ക്ലോക്കിലെ ഓരോ അക്കവും 5 മിനിറ്റിനെയാണല്ലോ കാണിക്കുന്നത്. ആ, അപ്പോൾ 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 10 ഹരിക്കണം 5. 2 അക്കങ്ങൾ മുന്നോട്ട് പോകണം. 12ൽ നിന്ന് 2 അക്കം മുന്നോട്ട് പോയാൽ ഒന്നാമത്തെ അക്കം 1, രണ്ടാമത്തെ അക്കം 2. അപ്പോൾ 2ന് നേരെ എത്തും. കൃത്യം. ഉത്തരം 2. കാലണ്ടറിലേക്ക് തിരിച്ചു വരാം. ജൂണിലെ 2ാം ശനിയാഴ്ച 10ാം തീയതിയാണെങ്കിൽ ജൂലൈ മാസത്തിലെ ആദ്യ ശനി ഏത് തീയതിയാണ്? ഇത് കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യണം. ജൂണിലെ 2ാം ശനി 10ാം തീയതി. അപ്പോൾ ആദ്യ ശനി എപ്പോഴായിരിക്കും? 7 ദിവസം മുൻപ്. 10 - 7 = 3. ജൂൺ 3-നായിരുന്നു ആദ്യ ശനി. ശരി. അപ്പോൾ ജൂണിലെ ശനിയാഴ്ചകൾ 3, 10, പിന്നെ 10 + 7 17, 17 + 7 24, അടുത്തത് 24 + 7 31 വരും. ജൂണിൽ എത്ര ദിവസമുണ്ട്? 30. അപ്പോൾ 24-ആണ് ജൂണിലെ അവസാനത്തെ ശനിയാഴ്ച. അതെ, ജൂൺ 30 ശനിയാഴ്ച. നമുക്ക് വേണ്ടത് ജൂലൈയിലെ ആദ്യ ശനിയാണ്. ജൂൺ 30 വരെ ദിവസങ്ങൾ എണ്ണി നോക്കാം. ജൂൺ 24 ശനി, 25 ഞായർ, 26 തിങ്കൾ, 27 ചൊവ്വ, 28 ബുധൻ, 29 വ്യാഴം, 30 വെള്ളി. ജൂൺ 30 വെള്ളി. അപ്പൊ ജൂലൈ 1 ഏത് ദിവസമായിരിക്കും? ശനിയാഴ്ച. അപ്പോൾ ജൂലൈയിലെ ആദ്യ ശനി ജൂലൈ 1 തന്നെ. അതെ. കൊള്ളാം. അടുത്തത് സ്കൂൾ കലോത്സവമാണ്. സബ് ജില്ലാ കലോത്സവത്തിൽ LP വിഭാഗം കഥ പറച്ചിൽ മത്സരം രാവിലെ 11:20 തുടങ്ങി 3 മണിക്കൂർ 45 മിനിറ്റ് നേരം മത്സരമുണ്ടായിരുന്നു. മത്സരം അവസാനിച്ച സമയം എഴുതുക. ഓക്കെ. തുടങ്ങിയത് രാവിലെ 11:20. നീണ്ടുനിന്നത് 3 മണിക്കൂർ 45 മിനിറ്റ്. അവസാനിച്ച സമയം കാണാൻ എന്ത് ചെയ്യണം? കൂട്ടണം. 11:20 + 3:45. മിനിറ്റുകൾ ആദ്യം കൂട്ടാം. 20ഉം 45ഉം 65 മിനിറ്റ്. മണിക്കൂറുകൾ 11ഉം 3ഉം 14 മണിക്കൂർ. അപ്പോ ആകെ 14 മണിക്കൂർ 65 മിനിറ്റ്. ഈ 65 മിനിറ്റിനെ മാറ്റിയെഴുതാമല്ലോ. 1 മണിക്കൂർ 5 മിനിറ്റ്. അപ്പോ 14 മണിക്കൂർ + 1 മണിക്കൂർ 5 മിനിറ്റ്. 15 മണിക്കൂർ 5 മിനിറ്റ്. അതായത് 15:05. ഇത് 24 മണിക്കൂർ ക്ലോക്കിലാണ്. സാധാരണ ക്ലോക്കിലോ? 12 കഴിഞ്ഞാൽ 13 1 മണി, 14 2 മണി, 15 3 മണി. അപ്പോൾ 3 മണി. ഉച്ചകഴിഞ്ഞ് 3 മണി 5 മിനിറ്റ്. 3:05 PM. അതെ. അടുത്തത് ഒരു വലിയ ട്രെയിൻ യാത്രയാണ്. കന്യാകുമാരിയിൽ നിന്നും ഞായറാഴ്ച വൈകിട്ട് 5:25 പുറപ്പെടുന്ന വിവേക് എക്സ്പ്രസ് 75 മണിക്കൂർ 45 മിനിറ്റ് യാത്ര ചെയ്ത് ദിബ്രുഗഡിൽ എത്തിച്ചേരും. ഏത് ദിവസം എത്ര മണിക്കാണ് ട്രെയിൻ ദിബ്രുഗഡിലെത്തുന്നത്? 75 മണിക്കൂർ 45 മിനിറ്റ്. ഇതിനാദ്യം ദിവസങ്ങളാക്കാം. 75 മണിക്കൂറിൽ എത്ര പൂർണ്ണ ദിവസങ്ങളുണ്ട്? 24ന്റെ ഗുണിതങ്ങൾ നോക്കണം. 24, 48, 72. 72 മണിക്കൂർ എന്നാൽ 3 ദിവസം. അതെ. 3 ഗുണിക്കണം 24 = 72.
അപ്പോ 75 മണിക്കൂർ എന്നാൽ 3 ദിവസം, പിന്നെ എത്ര മണിക്കൂർ ബാക്കിയുണ്ട്? 75 മൈനസ് 72. 3 മണിക്കൂർ. അപ്പോ ആകെ യാത്രാസമയം 3 ദിവസം 3 മണിക്കൂർ 45 മിനിറ്റ്. പുറപ്പെട്ടത് ഞായറാഴ്ച വൈകിട്ട് 5:25 PM. 3 ദിവസം കഴിയുമ്പോൾ ഏത് ദിവസമാകും? ഞായർ കഴിഞ്ഞ് തിങ്കൾ, ചൊവ്വ, ബുധൻ. ബുധനാഴ്ച വൈകിട്ട് 5:25 PM ആവും. ശരി. ഇനി 3 മണിക്കൂർ 45 മിനിറ്റ് കൂടി മുന്നോട്ടു പോകണം. ബുധൻ 5:25 PM-നോട് 3 മണിക്കൂർ കൂട്ടിയാൽ 5:25 പ്ലസ് 3 മണിക്കൂർ സമം 8:25 PM. ബുധനാഴ്ച രാത്രി 8:25. ഇനി 45 മിനിറ്റ് കൂടി കൂട്ടണം. 8:25 PM പ്ലസ് 45 മിനിറ്റ്. 8:25-ൽ നിന്ന് 9 മണിയാകാൻ 35 മിനിറ്റ് വേണം. 60 മൈനസ് 25 സമം 35. 45-ൽ നിന്ന് 35 പോയി. ബാക്കി 10 മിനിറ്റ്. അപ്പോൾ 9 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. 9:10 PM. അതെ, ബുധനാഴ്ച രാത്രി 9:10-ന് ദിബ്രുഗഡിലെത്തും. ഈ ദിവസങ്ങൾ മാറ്റുന്നത് ശരിക്കും ഉപകാരപ്രദം തന്നെ. തീർച്ചയായും. സെപ്റ്റംബർ മാസം 1-ാം തീയതി വെള്ളിയാഴ്ചയാണെങ്കിൽ ആ മാസം ഞായർ എത്രണ്ണം കാണും? ഇത് നമ്മൾ നേരത്തെ 5 തവണ വരുന്ന ദിവസങ്ങൾ കണ്ടുപിടിച്ച സൂത്രം വെച്ച് നോക്കാം. പക്ഷെ ഇവിടെ എത്ര ഞായറുണ്ടെന്നാണ് ചോദ്യം. സെപ്റ്റംബർ 1 വെള്ളി. അപ്പോൾ സെപ്റ്റംബർ 2 ശനി, സെപ്റ്റംബർ 3 ഞായർ. ആദ്യ ഞായറാഴ്ച 3-ാം തീയതി. ശരി, ഇനി അടുത്ത ഞായറാഴ്ചകൾ കാണാൻ 7 കൂട്ടിയാൽ മതി. 3, പിന്നെ 10, പിന്നെ 17, പിന്നെ 24. അടുത്തതോ 24 പ്ലസ് 7. 31. അത് സെപ്റ്റംബറിലില്ല, 30 വരെയുള്ളൂ. അതെ, അപ്പോ ആകെ എത്ര ഞായറാഴ്ചകളുണ്ട്? 3, 10, 17, 24. 4 എണ്ണം. ശരിയാണ്, 4 ഞായറാഴ്ചകൾ. അടുത്തത് ഒരു ആരോഗ്യശീലത്തിന്റെ കണക്കാണ്. സുഹൈൽ ദിവസേന 90 മിനിറ്റ് നടക്കും. ഒരാഴ്ച നടക്കുന്ന ആകെ സമയം എത്ര? ദിവസവും 90 മിനിറ്റ്. 90 മിനിറ്റ് എന്നാൽ എത്ര മണിക്കൂറാണ്? 60 മിനിറ്റ് 1 മണിക്കൂർ, ബാക്കി 30 മിനിറ്റ്. അപ്പോ 1.5 മണിക്കൂർ, അതായത് 1.5 മണിക്കൂർ. അതെ, 1.5 മണിക്കൂർ. ഒരാഴ്ചയിൽ എത്ര ദിവസമുണ്ട്? 7 ദിവസം. അപ്പോ ആകെ നടക്കുന്ന സമയം 7 ദിവസവും ഓരോ ദിവസവും 1.5 മണിക്കൂറും. 7 ഗുണിക്കണം 1.5. 7 ഗുണിക്കണം 1 = 7. 7 ഗുണിക്കണം 0.5, അതായത് അര, = 3.5 കൂട്ട്. അപ്പോ 7 പ്ലസ് 3.5 കൂട്ട് സമം 10.5 മണിക്കൂർ. 10.5 മണിക്കൂർ, അതായത് 10.5 മണിക്കൂർ, അല്ലെങ്കിൽ 10 മണിക്കൂർ 30 മിനിറ്റ്. ദിവസവും 1.5 മണിക്കൂർ നടത്താം. കൊള്ളാം, നല്ല ശീലം. അതെ, നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ഒരു സൂത്രത്തിന്റെ ചോദ്യം. ജനുവരി 1 ഞായറാഴ്ചയാണ്. ഈ മാസം 5 വീതമുള്ള ദിവസങ്ങൾ ഏതെല്ലാം? ഓർക്കുന്നുണ്ടോ ആ സൂത്രം? ജനുവരിയിൽ 31 ദിവസം. 31-നെ 7 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 3. 31 = 4 × 7 + 3. ഈ ശിഷ്ടം 3 എന്താണ് സൂചിപ്പിക്കുന്നത്? ആ മാസത്തിലെ ആദ്യത്തെ 3 ദിവസങ്ങൾ 5 തവണ വരും. അതെ, ജനുവരി 1 ഞായറാണെങ്കിൽ ആദ്യത്തെ 3 ദിവസങ്ങൾ ഏതൊക്കെയാണ്? ജനുവരി 1 ഞായർ, ജനുവരി 2 തിങ്കൾ, ജനുവരി 3 ചൊവ്വ. അപ്പോ ഈ 3 ദിവസങ്ങളാണ് ജനുവരിയിൽ 5 തവണ വീതം വരുന്നത്. ഞായർ, തിങ്കൾ, ചൊവ്വ. കൊള്ളാം, ആ സൂത്രം ഓർത്തുവച്ചാൽ മതി. അവസാനത്തെ ചോദ്യം. ധന്യ രാവിലെ 9:30-ന് സ്കൂളിലെത്തി. വൈകിട്ട് 4:15-ന് വീട്ടിലേക്ക് മടങ്ങും. ധന്യ സ്കൂളിൽ ചെലവഴിക്കുന്ന സമയം എത്ര? ഇത് സാധാരണ സ്കൂൾ സമയം പോലെ 9:30 AM മുതൽ 4:15 PM വരെ. എങ്ങനെ കണ്ടെത്താം? നേരത്തെ ചെയ്ത പോലെ 12 മണി വെച്ച് നോക്കാം. 9:30 മുതൽ 12:30 വരെ. 3 മണിക്കൂർ. ശരി, ഇനി 12:30 മുതൽ 4:15 വരെ. 12:30-ൽ നിന്ന് 3:30 വരെ എത്ര മണിക്കൂറായി? 3 മണിക്കൂർ. ഇനി 3:30-ൽ നിന്ന് 4:15-ലേക്ക് എത്ര മിനിറ്റുണ്ട്? 3:30-ൽ നിന്ന് 4 മണിക്കൂറിലേക്ക് 30 മിനിറ്റ്. 4 മണിക്കൂറിൽ നിന്ന് 4:15-ലേക്ക് 15 മിനിറ്റ്. ആകെ 45 മിനിറ്റ്. അപ്പോൾ 12:30 മുതൽ 4:15 വരെ 3 മണിക്കൂർ 45 മിനിറ്റ്. നേരത്തെ ഒരു 3 മണിക്കൂർ വേറെയുമുണ്ട്. ആകെ 3 മണിക്കൂർ പ്ലസ് 3 മണിക്കൂർ 45 മിനിറ്റ്. 6 മണിക്കൂർ 45 മിനിറ്റ്. അതെ, അല്ലെങ്കിൽ 24 മണിക്കൂർ ക്ലോക്കിൽ 16:15 മൈനസ് 9:30 ചെയ്താലും ഇതേ ഉത്തരം കിട്ടും. 6 മണിക്കൂർ 45 മിനിറ്റ്. സ്കൂളിൽ. അതെ. ഈ ചോദ്യങ്ങളെല്ലാം ചെയ്ത് പഠിച്ചില്ലേ? കുട്ടികൾക്ക് സമയത്തെക്കുറിച്ച് നല്ലൊരു ധാരണ കിട്ടാൻ ഇതൊക്കെ വളരെ നല്ലതാണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം?
ഇതുപോലെ സംഖ്യകളൊക്കെ മാറ്റി പുതിയ ചോദ്യങ്ങളുണ്ടാക്കി നോക്കൂ. ശരിയാണ്. സ്വയം ചോദ്യങ്ങളുണ്ടാക്കി ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നത് പഠനം ഉറപ്പിക്കാൻ ഏറ്റവും നല്ല വഴിയാണ്. ഉത്തരം കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ എവിടെയാണ് തെറ്റുന്നത് അതൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. നിങ്ങളുടെ അനുഭവം വേണമെങ്കിൽ താഴെ കമന്റായിട്ട് ഞങ്ങളെ അറിയിക്കണേ. കൂടുതൽ ചോദ്യങ്ങൾ ചെയ്ത് മിടുക്കരാവൂ.